പ്രൈസ് ലോർഡ്. ദി ഷെപ്പേഴ്സ് ആപ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വചന ചിന്തയ്ക്കായി സങ്കീർത്തനങ്ങൾ 94:19 എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിന്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. മനുഷ്യൻ്റെ വലിയ പ്രത്യേകതയാണ് അവന് ചിന്തിക്കുവാനുള്ള കഴിവ്. ദൈവത്തിൽ പറയുന്നു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ. അപ്പം ശരിയായ രീതിയിൽ ചിന്തിക്കുവാൻ വിവേചിക്കുവാൻ കഴിയില്ലാത്തൊരു മനുഷ്യൻ അവന് നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ ചിന്തിക്കാനുള്ള കഴിവ് മനുഷ്യൻ്റെ പ്രത്യേകതയാണ്, അത് നല്ലതാണ്. എന്നാൽ പലതരത്തിലുള്ള ചിന്തകൾ മനുഷ്യനെ ബാധിക്കാറുണ്ട്. നാളെ പറ്റിയുള്ള ചിന്തകൾ, ഇന്നത്തെ സാഹചര്യങ്ങളെ എങ്ങനെ ഓവർകം ചെയ്യുമെന്നുള്ള ചിന്തകൾ, അങ്ങനെ നല്ലതായ ചിന്തകളും തെറ്റായ ചിന്തകളും ഒക്കെയുള്ള സമ്മിശ്രിതമായ ചിന്തകളുടെ ഒരു ചിന്തകളിൽ ഉള്ള മനുഷ്യനാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നാളേക്കായി നാം ചിന്തിക്കരുത്, അന്നത്തെ ദോഷം അന്നൊന്നു മതി. ഇവിടെ നമ്മൾ വായിച്ചത് എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ, അങ്ങനെ ഒത്തിരി ചിന്തകളിലൂടെ കടന്നു വന്നിട്ട്, ഭാരങ്ങൾ കടന്നു വന്നിട്ട്, ഈ ആങ്സൈറ്റി കടന്നു വന്നിട്ട്, ടെൻഷനായിട്ട് പലവിധമായ അസുഖങ്ങൾക്ക് മനുഷ്യൻ അടിമയായി തീരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ വചനത്തിൽ വായിക്കുന്നു, വെൻ ആങ്സൈറ്റി വാസ് ഗ്രേറ്റ് വിതിൻ മീ. എന്നിലെ ആങ്സൈറ്റി അല്ലെങ്കിൽ ടെൻഷൻ അല്ലെങ്കിൽ വിചാരങ്ങൾ അധികമായി കടന്നു വരുമ്പോൾ അതിനെ പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല. എന്നാൽ അടുത്ത വാക്യത്തിൽ വായിക്കുന്നത്, യുവർ കൺസോളേഷൻ ബ്രോട്ട് മീ ജോയ്. അതിന് ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തിലുള്ള ആശ്രയവും ദൈവത്തിൻ്റെ സാമീപ്യവും ദൈവത്തിൻ്റെ സാന്നിധ്യം അത് ഹൃദയങ്ങളിൽ ആശ്വാസം പകർന്നിട്ട് അവിടെ പറയുന്നത്, നിന്റെ ആശ്വാസവചനങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. അപ്പോൾ ആ കാലം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ടെൻഷനിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ, ആങ്സൈറ്റി ജീവിക്കുന്നുണ്ടെങ്കിൽ, നാളെപ്പറ്റി വിചാരപ്പെടുന്നുണ്ടെങ്കിൽ, കർത്താവ് പറയുന്നു, ആ ദൈവസന്നിധി സമർപ്പിക്കുക. അധ്വാനിക്കുന്നൊരു ഭാരം ചുമക്കുന്നവരായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നുള്ള ചെയ്ത കർത്താവ് ഇന്നത്തെ വാക്കാലം നമ്മെ വിളിക്കുന്നു. നമ്മുടെ വിഷയങ്ങളെ, നമ്മുടെ വിചാരങ്ങളെ, നമ്മുടെ ആങ്സൈറ്റീസ് കർത്താവിൻ്റെ കയ്യിൽ കൊടുത്താൽ കർത്താവ് ഏറ്റെടുത്ത് നമ്മെ നന്നായി നടത്തുവാൻ, നമ്മുടെ വിഷയങ്ങൾ പരിഹരിക്കുവാൻ, നമ്മെ അനുഗ്രഹിപ്പാൻ നമ്മുടെ കർത്താവ് മതിയായനാണ്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ എൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, മത്തായിയുടെ സുവിശേഷം 6:25-33 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നത്, ഒന്ന് പറയുന്നത്, ആഹാരത്തെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടരുത്. ആകാശത്തിലെ പറവയെ നന്നായി പോഷിപ്പിക്കുന്ന കർത്താവ് അതിനേക്കാൾ ശ്രേഷ്ഠരായ നിങ്ങളെ പുലർത്തുകയില്ലയോ എന്നവിടെ ചോദിക്കുന്ന കാണുവാൻ സാധിക്കുന്നു. അടുത്ത വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ എന്തുടുക്കുമെന്ന് വിചാരിച്ച്, വസ്ത്രത്തെ വിചാരിച്ച് നിങ്ങൾ ഭാരപ്പെടരുത്. ഇന്നാർക്കും അങ്ങനത്തെ വിചാരമില്ല, ഏത് ഉടുക്കുമെന്നുള്ളതാണ് വിചാരം. എന്നാൽ വചനത്തിൽ പറയുന്നു, നിങ്ങൾ അതും ഓർത്ത് വിചാരപ്പെടുന്നു വെച്ചാൽ, ഈച്ച് ആൻഡ് എവരിതിങ് അവർ ഗോഡ് ക്യാൻ പ്രൊവൈഡ് ഫോർ ആസ്. നമ്മുടെ ദൈവത്തിന് എല്ലാം നമുക്ക് തരുവാൻ കഴിയും. ആ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിഷയങ്ങളിന്മേൽ പ്രവർത്തിപ്പാൻ ദൈവം സർവശക്തനാണ്. എന്നാൽ നാം വിചാരപ്പെടേണ്ടത് ഇതിനെയൊന്നും ഓർത്തല്ല, നാം വിചാരപ്പെടേണ്ടത് നമ്മുടെ നിത്യതയെ ഓർത്താണ്. നാം കർത്താവിനെ സ്വന്തരക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ നമുക്ക് നാളെ ഒരു നിത്യതയുണ്ട്. നാളത്തെ നിത്യതയെ ഓർത്ത് നാം ജീവിക്കുമ്പോൾ ഓർത്ത് വിചാരപ്പെടുന്നത് നല്ലതാണ്. അതിനുവേണ്ടി നാം ശ്രമിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ആത്മീയ അനുഭവങ്ങൾ പുതുക്കുന്നത് നല്ലതാണ്. ഇന്ന് പകൽക്കാലം അതിനായി നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. നാളെപ്പറ്റി വിചാരപ്പെട്ട് ഭാരപ്പെട്ട് ടെൻഷൻ അടിച്ച് അസുഖങ്ങൾ വരുത്താതെ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നിത്യതയ്ക്കായിട്ടുള്ള ഒരു ദർശനത്തോട്, ഒരു ആത്മീയ കാഴ്ചപ്പാടോടുകൂടി ജീവിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിനാണ് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. അതിനെ കേൾക്കുന്ന ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ നാളെ പറ്റിയുള്ള ഭാരത്തിൽ വിഷമിക്കാതെ കർത്താവേ, ജീവിതം കർത്താവിനായി സമർപ്പിക്കപ്പെട്ട് പുതിയൊരു നാളേക്കായി നിത്യതയ്ക്കായി പ്രത്യാശയോടെ ജീവിപ്പാൻ ജനത്തെ സഹായിച്ചാട്ട്, കൃപകളെ മറച്ചാട്ട്. പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ.